ലീഗിൻ്റെ അടിവേര് മാന്തി തുടങ്ങി KT ജലീൽ. മുസ്ലിം ലീഗ് എന്ന സംഘടന മതത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും കൊള്ളരുതായ്മകളും എണ്ണി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു കാട്ടിക്കൊടുക്കുന്ന രീതി ശക്തമാക്കി മാറ്റി. കഴിഞ്ഞ കുറേ കാലമായി ലീഗ് എന്ന സംഘടനയ്ക്കകത്തിരുന്ന് മതത്തിൻ്റെ മറപറ്റി സാമൂഹ്യ വിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഉദാഹരണങ്ങൾ തുറന്നു കാട്ടുന്ന പുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ ചർച്ചയായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ട വിധേന ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും ലീഗ് നടത്തുന്ന വിവരം നാട്ടുകാർ അറിഞ്ഞിരിക്കണം. മതമാണ് പ്രശ്നമെന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ദീനീബോധമുള്ളവരെന്ന് സ്വയം അവകാശപ്പെട്ട ശേഷം ആ മതത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പണത്തിനു വേണ്ടി ചെയ്ത കുറ്റകൃത്യങ്ങളും അത് കൈയോടെ പിടിക്കപ്പെട്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ സഹിതമാണ് പല ഫണ്ട് കള്ളന്മാരെക്കുറിച്ചും ജലീൽ തുറന്നെഴുതിയിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: സാമ്പത്തിക തട്ടിപ്പ് യോഗ്യതയാക്കിയ ലീഗ്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഷെയർ പിരിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കൽ തുടങ്ങി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു വിലക്കും ഏർപ്പെടുത്താത്ത പാർട്ടിയായി ലീഗ് മാറിയത് എങ്ങനെയെന്ന് നേതൃത്വം സഗൗരവം ചിന്തിക്കണം. ഷൊർണൂർ സുലൈമാൻ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് വീരന്മാർ എങ്ങനെ പാണക്കാട്ടെ സ്വന്തക്കാരായെന്ന് പരിശോധിക്കണം. ലീഗിൻ്റെ പരമോന്നതരുമായി അടുപ്പം നടിച്ച് ആ ബന്ധം ഉപയോഗിച്ച് കോടികളാണ് ഷെയർ എന്ന പേരിൽ സുലൈമാൻ ഉൾപ്പെടെയുള്ള വിരുദ്ധന്മാർ ലീഗിലെ സമ്പന്നരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും കൈക്കലാക്കിയതെന്ന് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ? കോടികൾ ഓഹരി വാങ്ങിയ ശേഷം 4-5 മാസം ലാഭമെന്നും പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കും, പിന്നെ അത് നിലയ്ക്കും. അന്വേഷിച്ചാൽ ബിസിനസ് നഷ്ടത്തിലാണെന്ന് പറയും. കച്ചവടത്തിൽ ലാഭം വന്നപ്പോൾ അതിൻ്റെ വിഹിതം നിങ്ങൾക്ക് തന്നു, നഷ്ടത്തിലാകുമ്പോൾ അതും നിങ്ങൾ സഹിക്കണ്ടേ? പലിശ തരാമെന്ന് പറഞ്ഞല്ലല്ലോ നിങ്ങളിൽ നിന്ന് നിക്ഷേപം സമാഹരിച്ചത്. ഇതാകും എല്ലാ തട്ടിപ്പുകാരുടെയും സ്ഥിരം മറുപടി. ഇത്തരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയാൽ പുല്ലുവില പോലും കൽപ്പിക്കില്ല. ലീഗിൻ്റെ MLA മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഷാഡോ വീരന്മാരെ ഭയമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പരമോന്നതൻ്റെ ചെവിയിൽ എന്തെങ്കിലും കുസുകുസു പറഞ്ഞ് അടുത്ത തവണ സീറ്റ് നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് ഇവർക്ക്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ഘടനയിലെ ഈ ഫ്യൂഡൽ സംവിധാനം തകർക്കപ്പെട്ടേ പറ്റൂ. എത്രമാത്രം നാട്ടുകാരെ പറ്റിച്ച് പണമുണ്ടാക്കുന്നുവോ അത്രമാത്രം ലീഗിൽ സ്വീകാര്യത കിട്ടുന്ന സ്ഥിതി മാറിയേ പറ്റൂ. തട്ടിപ്പ് പണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കോ ചന്ദ്രികയുടെ നഷ്ടം നികത്താനോ എന്തെങ്കിലും കൊടുക്കുക കൂടി ചെയ്താൽ എല്ലാം സലാമത്തായി. വഖഫ് സ്വത്ത് സ്വന്തമാക്കിയവരും സ്വർണ്ണക്കള്ളക്കടത്തുകാരും ഹവാലക്കാരും ഉൾപ്പെടെ എല്ലാ നിയമവിരുദ്ധ സാമ്പത്തിക കുറ്റവാളികളും ലീഗിൻ്റെ സ്വന്തക്കാരാകുന്നതിൻ്റെ രഹസ്യം ഇതാണ്. സൂക്ഷ്മതയും ഭക്തിയും നല്ല നടപ്പും ലളിത ജീവിതവും സാമ്പത്തിക അച്ചടക്കവും അയോഗ്യതകളായാണ് ലീഗ് നേതൃത്വം കാണുന്നത്. ഒന്നും അറിയാത്ത പോയത്തക്കാർ എന്നാകും ലീഗിൽ അവർ അറിയപ്പെടുക. എത്ര വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിക്കുന്നു, എത്രമാത്രം വില കൂടിയ ബ്രാൻഡഡ് മൊബൈലും വാച്ചും കണ്ണടയും പേനയും വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നു, എത്ര വലിയ ആഡംബര വീടുകളിൽ പാർക്കുന്നു എന്നതിനെല്ലാം ആശ്രയിച്ചാകും ഒരാളുടെ സ്വീകാര്യതയും പരിഗണനയും മുസ്ലിം ലീഗിൽ നിശ്ചയിക്കപ്പെടുക. പണമില്ലാത്തവന് പട്ടിയുടെ വില പോലും ലീഗ് കൽപ്പിക്കില്ല. ഇത് മനസ്സിലാക്കിയാണ് ഏതാണ്ട് എല്ലാവരും സമ്പത്ത് വാരിക്കൂട്ടാൻ നെട്ടോട്ടമോടുന്നത്. ലീഗിൻ്റെ പഞ്ചായത്ത് തലം തൊട്ട് ഈ പ്രവണത പ്രകടമാണ്. NB യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിൻ്റെ പത്രസമ്മേളനമൊന്നും കണ്ടില്ല. പത്രസമ്മേളനം മാന്യ പിടികൂടിയ 45 കഴിഞ്ഞ യുവാവാണല്ലോ അദ്ദേഹം. ഫിറോസിന് വീട് പണിയാനും സ്ഥലം വാങ്ങാനും എവിടെ നിന്നാണ് കോടികൾ കിട്ടിയത്? സ്വദേശത്തും വിദേശത്തുമുള്ള ഏതെല്ലാം ബിസിനസ്സുകളിൽ തനിക്ക് പങ്കാളിത്തമുണ്ട്? അവർക്കുള്ള നിക്ഷേപക തുക എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഫിറോസ് പത്രക്കാരുടെ മുന്നിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം എനിക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇനി അതല്ല, ഇതിനെല്ലാം ഹരീഷ് വാസുദേവൻ്റെ അച്ഛനാകുമോ പണം കടമായി ബാങ്ക് മുഖേന നൽകിയിട്ടുണ്ടാവുക? നിരപരാധിയായ ഒരു മായിൻ ബീഡി പോലും വലിക്കാത്ത സഹോദരൻ ജുബൈറിനെ ജാമ്യത്തിലിറക്കാൻ ആരാണാവോ വക്കീലിനെയും ഏർപ്പാട് ചെയ്ത്? അതിനുള്ള പണവും ഹരീഷിൻ്റെ അച്ഛൻ തന്നു. ഇവയ്ക്കെല്ലാം ഫിറോസ് എന്ന തട്ടിപ്പ് തുർക്കി മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഈ പോസ്റ്റിനൊപ്പം പലതരത്തിലുള്ള ലീഗ് നേതാക്കന്മാരുടെ തട്ടിപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതും ജലീൽ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതോടെ തെളിവടക്കമാണ് ലീഗ് നേതാക്കന്മാരുടെ സാമ്പത്തിക തിരിമറിയെ സംബന്ധിച്ച് KT ജലീൽ തുറന്നടിച്ചിരിക്കുന്നത്. പല കേന്ദ്രങ്ങളിലും FB പോസ്റ്റ് ഗുരുതരമായ പൊള്ളലേൽപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം.